ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലത്തെ ചായ വെക്കാൻ പാലുണ്ടായിട്ടില്ല, അപ്പോൾ ഞാൻ അടുത്തുള്ള കടയിൽ പോയിട്ട് പാലും കുറച്ച് വെജിറ്റബിൾസും അയാന് പഴമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ട്, ഒരു ബേബി ഗേൾ. അപ്പോൾ ആ വാവനെ കാണാൻ നമുക്കിന്ന് പോകണം. അപ്പോൾ അയാൻ 2 ദിവസമായി പോവാമെന്ന് പറയുന്നു. ഇന്നാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എവിടെയാണ് പോകുന്നത്? എവിടെ പോകുന്നത്? കിങ്ങിണി മേമൻ്റെ ആണോ? അപ്പം ഞാനും അയാനും റെഡി ആയിട്ട് അച്ഛൻ വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ സംഭവിച്ചതൊക്കെ നിങ്ങൾ കണ്ടോളൂ. നല്ല ഡ്രസ്സ് ചെയ്തിട്ട് ഇവനിവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ നെറ്റ് എന്തോ ടീപ്പോയ്ക്ക് കൊണ്ടിട്ട് നെറ്റ് അങ്ങ് മുറിഞ്ഞു. 3 സ്റ്റിച്ച്. എവിടെയായിരുന്നു അയാൻ പോവാൻ നോക്കിയേ? എവിടെ പോവാനായിരുന്നു നോക്കിയത്? കിങ്ങിണി മാം ആ ബേബീനെ കാണാനല്ലേ നമ്മൾ നിന്നത്? അവസാനം നമ്മൾ എവിടെയാ പോയത്? ഹോസ്പിറ്റലിൽ എന്തിനാ പോയത്? അയാനെ കത്തി മുറിക്കാനാ? ഞാൻ കരഞ്ഞിന്. ഡോക്ടർ എന്താ പറഞ്ഞ അയാനോട്? വെരി ഗുഡ് ബോയ് പറഞ്ഞു. സ്റ്റിച്ച് ഇടുമ്പം കരഞ്ഞില്ലല്ലേ? ഇന്നലെ പിന്നെ അങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അയാൻ്റെ ഡ്രസ്സിലൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ എനിക്ക് വാഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ ക്ലോട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അലക്ക് കല്ലിൻ്റെ അടുത്ത് വന്നിട്ട് എന്തായാലും അലക്കാമെന്ന്. എൻ്റെതും 2-3 ഡ്രസ്സ് ഹാൻഡ് വാഷ് ഉണ്ട്. അങ്ങനെ അതൊക്കെ അലക്കി. അയാനിപ്പോൾ അങ്ങനെ പെയിനൊന്നുമില്ല. 3 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ പോയിട്ട് ഡ്രസ്സിങ് ചെയ്യണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇത് നമുക്ക് പറിച്ച് കളഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഉച്ചക്ക് ചോറിന് ഞാൻ ചെമ്മീൻ പൊരിച്ചതും ചമ്മന്തി മാത്രം ആക്കിയത്. ഇവൻ ഇങ്ങനെയല്ലേ ഉള്ളത്, അപ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നെറ്റിയിൽ ഒട്ടിച്ചതെല്ലാം പറിച്ചെടുക്കും. ഇപ്പോൾ TV കാണുമ്പം തന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കൊന്നുമില്ല. ഇപ്പോൾ തല ഇന്നും പോയി മുട്ടിയാലോ എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ എപ്പോഴും ഇവൻ്റെ അടുത്ത് തന്നെ നിൽക്കും. മാക്സിമം ഇങ്ങനെ ശ്രദ്ധിക്കും. ഞാൻ അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.